ഈഡിപ്പസ് കോംപ്ലക്സ് ആണ് അമൃതാനന്ദമയി ദേവി എന്ന് വെച്ചാൽ ഒരു പ്രത്യേകമായ ലൈംഗിക വികാരമുള്ള സ്ത്രീയാണ് എന്ന്. അമ്മയെ കാണാൻ പോയ സജി ചെറിയാനാണോ ഈഡിപ്പസ് കോംപ്ലക്സ് ഉള്ളത്, അതോ അമ്മയ്ക്കാണോ ഈഡിപ്പസ് കോംപ്ലക്സ് ഉള്ളത്? ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്ര ഹീനമായിട്ടാണെന്നറിയോ അമൃതാനന്ദമയി ദേവിയെ മോശമായിട്ട് പറഞ്ഞത്? അന്വേഷിക്കണം, സാമ്പത്തിക സ്രോതസ്സുകൾ അന്വേഷിക്കണം, അവിടുത്തെ ലൈംഗികപരമായിട്ടുള്ള പീഡനങ്ങളെപ്പറ്റി അന്വേഷണം നടത്തണം. ഈ സജി ചെറിയാന് ഈ അമൃതാനന്ദമയി ദേവിയെ സന്ദർശിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ഉപഹാരം കൈമാറുന്ന ഫോട്ടോ ഇട്ടിട്ട് വലിയ ഒരുക്കമൊന്നും വേണ്ട, ഇത് കടപ്പുറം സുധാമണിയാണ്. ഇപ്പോഴും ക്ലച്ച് പിടിക്കാത്ത കൈരളി TV പൈസ മുടക്കിയിട്ട് ഈ ബ്രിട്ടാസിനെ ന്യൂയോർക്കിലേക്ക് അയച്ച് ഇന്റർവ്യൂ എടുത്ത് വരികയായിരുന്നു. ഇനിയും ഇവർ ആത്യന്തികമായി ലക്ഷ്യം വെക്കുന്ന കേരളത്തിലെ ഹിന്ദുവിനെയാണ്. അതിൻ്റെ ശ്രമമാണ് പമ്പയിലെ അയ്യപ്പ സംഗമം, പമ്പ, പെരുന്ന, പന്തളം, ഈ കണിച്ചുകുളങ്ങര വഴി അമൃതാനന്ദമയി മഠത്തിലേക്ക് എത്തിച്ചിരിക്കുന്ന ആ ബസ് റൂട്ട് സർവീസ് നമ്മൾ വളരെ കൃത്യമാണ്. ആ റൂട്ടിൽ കൂടാണ് ഇന്ന് മുഖ്യമന്ത്രി ഈ കേരളത്തിലെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, കഴിഞ്ഞ ദിവസം ചേട്ടൻ കൂടി പങ്കെടുത്ത ഒരു ചർച്ച കണ്ടു. അതിനകത്ത് ഈഡിപ്പസ് കോംപ്ലക്സ് അല്ലെ, ഒരു CPMന്റെ ഒരു വ്യക്തി എന്ന് പറയുന്നതാണ്, ഡോക്ടർ ജയരാജൻ എന്നാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ മാതാ അമൃതാനന്ദമയി ദേവിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ പറയുക എന്ന് പറയുന്നത് CPMന്റെ ഇരട്ടത്താപ്പിന്റെ മറ്റൊരു പുതിയ ഉദാഹരണം, അങ്ങനെയല്ലേ നമ്മൾ വിശേഷിപ്പിക്കുക? അതെ, കഴിഞ്ഞ ദിവസം മാതാ അമൃതാനന്ദമയി ദേവിയെ നമ്മുടെ കേരള സർക്കാരിന് വേണ്ടി സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പോയി ഒരു ആദരവൊക്കെ സമർപ്പിച്ചു. അതിനുശേഷം കേരളത്തിൽ കത്തി നിൽക്കുകയാണ് വിഷയം. ഇന്നലെ ജനം TVയുടെ ഒരു ചർച്ചയിലാണ്, ഞാൻ കൂടെ പങ്കെടുത്തൊരു ചർച്ചയിലാണ് ഈ ജയരാജ് ഇത്തരത്തിലുള്ളൊരു വളരെ വലിയ തോന്നിവാസമാണ് പറഞ്ഞത്. ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരു മാനസികമായിട്ടുള്ള ഒരു ലൈംഗികമായിട്ടുള്ളൊരു ചിന്താഗതി, പ്രത്യേകിച്ച് കുട്ടികളോടൊക്കെ തോന്നുന്നു, അല്ലെ കുട്ടികൾക്ക് തോന്നുന്ന ഒരവസ്ഥയാണ് ഈഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്ര കോംപ്ലക്സ് എന്നൊക്കെ പറഞ്ഞ് ചില ഗ്രീക്ക് സങ്കല്പങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. സ്വന്തം അച്ഛനെ കൊന്നതിന് ശേഷം അമ്മയെ കല്യാണം കഴിച്ച ഈഡിപ്പസ് എന്നൊക്കെ പറഞ്ഞ കഥാപാത്രമുണ്ട്. ദി ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് എന്ന് പറഞ്ഞ ഫ്രോയിഡിന്റെ ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിലൊക്കെയാണ് ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള വിശദീകരണം വന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് യാതൊരുവിധമായ ഔചിത്യവുമില്ലാതെയാണ് ഈ ഡോക്ടർ B ജയരാജ് എന്ന് പറഞ്ഞ ഇടതുപക്ഷ നിരീക്ഷകൻ സൂചിപ്പിച്ചത്. ഇത് ആർക്കാണെന്നുള്ളതാണ് പ്രശ്നം. അമ്മയെ കാണാൻ പോയ സജി ചെറിയാനാണോ ഈഡിപ്പസ് കോംപ്ലക്സ് ഉള്ളത്, അതോ അമ്മയ്ക്കാണോ ഈഡിപ്പസ് കോംപ്ലക്സ് ഉള്ളത്? എന്നുവെച്ചാൽ വളരെ മ്ലേച്ഛമായൊരു പദമാണ്, യാതൊരു ഔചിത്യവുമില്ലാതെ പ്രയോഗിച്ചത്. നമ്മൾ ശ്രദ്ധിക്കുക, ഈ അമൃതാനന്ദമയി എന്ന് പറയുന്ന ദേവിയെ എല്ലാ കാലത്തും വിമർശിക്കുകയും അവരെ അപകീർത്തിപ്പെടുത്താനും ശ്രമിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. പോലും അപ്രകാരമുള്ള നിലപാടുകളൊന്നും വലുതായിട്ട് എടുത്തിട്ടില്ല. പക്ഷെ CPM എല്ലാ കാലത്തും ഈ ഒരു നയമാണ്. അതിൻ്റെ മറ്റൊരു പതിപ്പ് ഇന്നലെ കണ്ടിരുന്നു. കണ്ണൂരിലെ സഖാവായ P ജയരാജൻ്റെ മോൻ ജിതിൻ രാജ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഈ സജി ചെറിയാന് ഈ അമൃതാനന്ദമയി ദേവിയെ സന്ദർശിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ഉപഹാരം കൈമാറുന്ന ഫോട്ടോ ഇട്ടിട്ട് വലിയ ഒരുക്കമൊന്നും വേണ്ട, ഇത് കടപ്പുറം സുധാമണിയാണ്. വളരെ നിന്ദ്യവും നീചവുമായിട്ടാണ് ഈ പാർട്ടിയുടെ പ്രവർത്തകർ. എന്ന് വെച്ചാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം വോട്ട് കിട്ടാൻ വേണ്ടി പൂമാല കൊടുക്കും, അവരുടെ ഒരു നയമാണ്. അല്ലാത്ത സമയത്ത് അവരുടെ രാഷ്ട്രീയം അനുസരിച്ച് ഇവർ കല്ലെറിയും. ഇതാണ് CPMനെ സംബന്ധിച്ചിടത്തോളം അമൃതാനന്ദമയിയുമായി ബന്ധപ്പെടുത്തി പറയുമ്പോഴും അല്ലാത്ത പല സമാന സാഹചര്യങ്ങളും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇവരൊരിക്കലും ദൈവവിശ്വാസികളൊന്നും അല്ല എന്ന് നടിക്കുകയാണ്. പക്ഷേ ഇവരിലെ മഹാഭൂരിപക്ഷവും ദൈവവിശ്വാസികളാണ്. പുറത്തു പറയത്തില്ല. ഞാൻ പറഞ്ഞു വന്നത്, അമൃതാനന്ദമയി ദേവിയെ മോശമാക്കാനുള്ള പ്രവണത എല്ലാ കാലത്തും ഉണ്ട്. CPMന് ചില തന്ത്രങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? നമുക്കറിയാം, ഈ ജോൺ ബ്രിട്ടാസ് ഒരു മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹമാണല്ലോ ഈ അമൃതാനന്ദമയി ദേവിയുടെ പറ്റിയുള്ള ഒരു ജീവചരിത്രം എഴുതിയ ഗെയിൽ ട്രേഡ്വെൽ എന്ന് പറഞ്ഞ സ്ത്രീയുണ്ട്, വിദേശിയാണ്, അമേരിക്ക, ന്യൂയോർക്കാണ്. അവരുടെ ഹോളി ഹെൽ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിലാണ് അമൃതാനന്ദമയി ദേവിയെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടാണ് അവർ ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഹോളി ഹെൽ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഗെയിൽ ട്രേഡ്വെൽ എന്നാണ് ആ സ്ത്രീയുടെ പേര്. അവരെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഇപ്പോഴും ക്ലച്ച് പിടിക്കാത്ത കൈരളി TV പൈസ മുടക്കിയിട്ട് ഈ ബ്രിട്ടാസിനെ ന്യൂയോർക്കിലേക്ക് അയച്ച് ഇന്റർവ്യൂ എടുത്ത് വരികയായിരുന്നു. അന്ന് CPM 2014 കാലയളവിലാണിത്. അന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. ഈ ഇന്റർവ്യൂവിൻ്റെ ആദ്യ ഭാഗം സംപ്രേഷണം ചെയ്ത് കഴിഞ്ഞ സമയത്ത് കൽപ്പറ്റയിൽ നടന്നൊരു യോഗത്തിൽ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്ര ഹീനമായിട്ടാണെന്നറിയോ അമൃതാനന്ദമയി ദേവിയെ മോശമായിട്ട് പറഞ്ഞത്?
അന്വേഷിക്കണം, സാമ്പത്തിക സ്രോതസ്സുകൾ അന്വേഷിക്കണം, അവിടുത്തെ ലൈംഗികപരമായിട്ടുള്ള പീഡനങ്ങളെപ്പറ്റി അന്വേഷണം നടത്തണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി പറഞ്ഞു. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ 10-11 വർഷക്കാലമായിട്ട് ഈ അധികാരത്തിലിരിക്കുകയാണ്. എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? ഇപ്രകാരമൊക്കെയുള്ള പ്രശ്നമുണ്ടെങ്കിൽ അധികാരവും പോലീസും കയ്യിലുണ്ട്. ഈ ഇൻ്റർവ്യൂവിൻ്റെ പിറകിൽ അമൃതാനന്ദമയി മഠത്തിനെ ഇതുപയോഗിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ജോൺ ബ്രിട്ടാസിൻ്റെ കുടില ബുദ്ധിയിലുണ്ടായ ഇൻ്റർവ്യൂ. ഈ 3 ഇൻ്റർവ്യൂ ശ്രദ്ധിച്ച് നോക്കുക. 2 പേര് വീണുപോയി, ഒരാൾ വീണിട്ടില്ല. പക്ഷേ വീഴും എന്ന് കാത്തിരുന്ന് ഈ 25 വർഷം കാത്തിരുന്നിവർക്ക് ഐക്യരാഷ്ട്രസഭയിലെ പ്രസംഗത്തിൻ്റെ 25ാം വാർഷികം പ്രമാണിച്ചാണ് സംസ്ഥാന സർക്കാർ പോയി അംഗീകരിച്ചപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അമ്മയെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചല്ല സാധാരണ അടുത്ത് ചെല്ലുന്ന എല്ലാ ഭക്തന്മാരെയും അമ്മയെ ആശ്ലേഷിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ എന്തേ സജി ചെറിയാനെ അങ്ങോട്ടല്ല കെട്ടിപ്പിടിച്ച, സജി ചെറിയാനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയായിരുന്നു. അതിനെയാണ് ഈ ജയരാജ് പറഞ്ഞത്, വളരെ ഹീനമായിട്ട് പറഞ്ഞത്. ഈ ഈഡിപ്പസ് കോംപ്ലക്സ് ആണ് അമൃതാനന്ദമയി ദേവി എന്ന് വെച്ചാൽ ഒരു പ്രത്യേകമായ ലൈംഗിക വികാരമുള്ള സ്ത്രീയാണ് എന്ന് വളരെ വലിയൊരു തോന്നിവാസം തന്നെയാണ് ഈ ജയരാജ് എന്ന് പറഞ്ഞ ഇടതുപക്ഷ നിരീക്ഷകൻ ഈ ഒരു കാര്യത്തിൽ അവലംബിച്ച നയം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ EMSൻ്റെ കാലഘട്ടം മുതൽ ഈ CPM എന്ന് പറയുന്ന ഒരു ഹിന്ദു പാർട്ടിയാണെന്നുള്ള ഒരു പ്രതീതി ജനിപ്പിക്കാൻ അയാൾ EMS പരമാവധി ശ്രമിച്ചിരുന്നു. പക്ഷേ പിന്നീട് വന്നപ്പോൾ ഈ മുസ്ലിം പ്രീണനം നടത്തിയിട്ട് CPMന് കൂടുതൽ വോട്ടിൽ നേടാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ശബരിമല പ്രക്ഷോഭകാലത്തും അതിനുശേഷം ഇത്തവണ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മുസ്ലിം ജനവിഭാഗം പൂർണ്ണമായിട്ടും CPMനെ കൈവിട്ടു, UDFനെ ആശ്ലേഷിച്ചു. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഒരു അയ്യപ്പ സംഗമം നടത്തുന്നു. ഇപ്പുറത്തേക്ക് മാതാ അമൃതാനന്ദമയി ദേവിയുടെ ബർത്ത്ഡേ ചടങ്ങിൽ സർക്കാരിൻ്റെ അതിഥിയായിട്ട് ചെല്ലുന്നു. ഇതൊക്കെ കാപട്യമാണെന്ന് നമ്മുടെ ഹിന്ദു ജനത തിരിച്ചറിയില്ലേ? 1900 ആദ്യത്തെ EMS മന്ത്രിസഭ തന്നെ അധികാരത്തിലേറിയത് ഈ ശബരിമലയെ വിറ്റുകൊണ്ടാണ്. ശബരിമലയിലെ തീവപ്പ് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് നിയമസഭയുടെ മുമ്പാകെ അവതരിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ഹിന്ദുവിൻ്റെ വോട്ട് നേടിയത്. ഹിന്ദുക്കളൊക്കെ സാധാരണ പാവങ്ങളാണ്, ഇവർ പറയുന്ന തന്ത്രങ്ങളിലൊക്കെ പെട്ടുപോകും. പക്ഷേ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരെ നമ്മൾ നോക്കണം. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരെ കേരളത്തിലെ ഹിന്ദുവിൻ്റെ വോട്ടായിരുന്നില്ല പ്രത്യേകിച്ച് CPM ലക്ഷ്യം വെച്ചത്. ഹിന്ദുവിൻ്റെ വോട്ട് ഞങ്ങളുടെ FD ആണ്. ആ FD ഫിക്സഡ് ആയിട്ട് അവിടെ നിൽക്കും. ഇനി ഞങ്ങൾക്ക് കുറച്ചുകൂടെ SBയിൽ നിന്ന് FD ആക്കി മാറ്റണമെന്നും പറഞ്ഞ് കേരളത്തിലെ കോഴിക്കോട് തൊട്ട് കൊല്ലം വരെയുള്ള സർവ്വ കടപ്പുറങ്ങളിലും ഈ മുഖ്യമന്ത്രി ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങളുടെ വലിയ വലിയ യോഗങ്ങൾ വിളിച്ചുകൂട്ടി. പക്ഷേ യോഗത്തിന് അവർ വന്നു എന്നുള്ളതല്ലാതെ വോട്ടൊന്നും അവർ കുത്തിയില്ല. അതുകൊണ്ടാണല്ലോ 19 തോറ്റുപോയത്. ഇതിപ്പോൾ ആ തന്ത്രം അവർക്ക് മനസ്സിലായി. ഇനിയും ഇസ്ലാമികളുടെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വോട്ടൊന്നും ഞങ്ങൾക്ക് കിട്ടില്ല. കാരണം എന്താണ്? അവരുടെ വോട്ട് കോൺഗ്രസ്സിന് പോകണം, കോൺഗ്രസ് അധികാരത്തിൽ വരണം. കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാലേ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോലെയുള്ള പാർട്ടികളുടെ നിരോധനം മാറ്റി ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യം കിട്ടുകയുള്ളൂ എന്ന് ഇവിടുത്തെ മുസ്ലിങ്ങൾ വിചാരിക്കുന്നു. അതുകൊണ്ട് ഇനിയും ഇവരൊന്നും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനൊന്നും വോട്ട് ചെയ്യത്തില്ല, അവർ കോൺഗ്രസിനെ ചെയ്യുമെന്ന് തിരിച്ചറിഞ്ഞു. ഇനിയും ഇവർ ആത്യന്തികമായി ലക്ഷ്യം വെക്കുന്ന കേരളത്തിലെ ഹിന്ദുവിനെയാണ്. അതിൻ്റെ ശ്രമമാണ് പമ്പയിലെ അയ്യപ്പ സംഗമം, പമ്പ, പെരുന്ന, പന്തളം, ഈ കണിച്ചുകുളങ്ങര വഴി അമൃതാനന്ദമയി മഠത്തിലേക്ക് എത്തിച്ചിരിക്കുന്ന ആ ബസ് റൂട്ട് സർവീസ് നമ്മൾ വളരെ കൃത്യമാണ്. ആ റൂട്ടിൽ കൂടാണ് ഇന്ന് മുഖ്യമന്ത്രി ഈ കേരളത്തിലെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും സ്ഥലങ്ങളിലെ ആളിനെ ബസ്സിൽ കയറ്റിയിട്ട് വോട്ടാക്കി മാറ്റുക എന്നുള്ള തന്ത്രമാണ്. ഹിന്ദുവിനെ ഇനി പറ്റിക്കാനൊന്നും നടക്കില്ല. ഹിന്ദു ഇതൊക്കെ തിരിച്ചറിഞ്ഞു. കേരളത്തിലെ സാംസ്കാരിക കേരളമാണെന്ന് അവർ തന്നെ പറയുന്നു. ബുദ്ധിയുള്ള ചെറുപ്പക്കാരാണെന്ന് കേരളത്തിലുള്ളത്. ഇതൊക്കെ തന്ത്രത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി. അതാണ്. പക്ഷേ ഇവരെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു കാലത്തും ബന്ധമില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുതന്നെയാണ് ഇവരുടെ ഉള്ളിലുള്ള ചിലപ്പോൾ പുറത്ത് ചാടും. ആ പുറത്ത് ചാടിയതാണ് ജയരാജൻ ഇന്നലെ പറഞ്ഞതും ജയരാജൻ്റെ മോൻ പറഞ്ഞതും. ഇവരെ സംബന്ധിച്ചിടത്തോളം CPMൻ്റെ അന്തകരായിട്ട് മാറുന്ന ജയരാജൻ എന്ന് പേരുള്ളവരായിരിക്കും. ജയരാജ്, നമ്മൾ ഏത് ജയരാജ് എടുത്ത് നോക്കൂ, എല്ലാ ജയരാജന്മാരും CPMൻ്റെ അന്തകരായി മാറുക. അല്ലെങ്കിൽ ഈ ജയരാജ് ഇന്നലെ പറയുമോ, ഈ അമ്മയ്ക്ക് 72ാം പിറന്നാൾ ആഘോഷിച്ച ആ ദിവസം തിരഞ്ഞെടുത്തുകൊണ്ടാണ് ജയരാജൻ്റെ മോനും ഈ ഡോക്ടർ ജയരാജും അമ്മയെ വളരെ മോശമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും ഹീനമായൊരു വാക്കും പ്രയോഗങ്ങളൊന്നും ആരും നടത്തിയിട്ടില്ല. എല്ലാ കാലത്തും ഇവരെ അമൃതാനന്ദമയി ആശ്രമത്തിനെ തകർക്കാനുള്ള ആസൂത്രണ ശ്രമം. ഇപ്പോൾ വോട്ട് കിട്ടണം, വോട്ട് കിട്ടാൻ വേണ്ടി തന്നെയാണ് പോയത്.
അപ്പൊ പിണറായി വിജയൻ പറഞ്ഞിട്ടായിരിക്കില്ലേ സജി ചെറിയാൻ എന്ന് പറയുന്ന മന്ത്രി അവിടെ ചെന്നത്? എന്നിട്ടും CPM-നുള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു മോശമായ പ്രവണത ഉണ്ടാകുന്നു, ഇത്തരത്തിലുള്ള ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നു. ഇതൊക്കെ തന്നെ പാർട്ടിക്കുള്ളിലുള്ള ഐക്യമില്ലായ്മ, അത് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണും. അതെ, ഞാൻ പറയട്ടെ, ഈ പാർട്ടിയുടെ നയമാണോ അതോ മുഖ്യമന്ത്രിയുടെ നയമാണോ ഈ സജി ചെറിയാൻ അമ്മയെ കണ്ടതെന്നുള്ളതാണ് പ്രധാന ചോദ്യം. പാർട്ടിയുടെ നയമാണ് എന്നുണ്ടെങ്കിൽ ഈ പി ജയരാജന്റെ മോൻ ഏതായാലും ഒരു പാർട്ടി അംഗമായിരിക്കും, അയാൾക്കെതിരെ നടപടിയെടുക്കണം. അതെ, അമ്മയെ മോശമാക്കിയത്. ജയരാജും എന്തായാലും CPM സഹയാത്രി എന്ന് TV ചർച്ചയെ കാണിച്ചാൽ അയാളും പാർട്ടി മെമ്പറായിരിക്കും, അയാൾക്കെതിരെ നടപടിയെടുക്കണം. ഇനിയും പങ്കെടുക്കരുത്. പാർട്ടിയുടെ നയമാണെങ്കിൽ അങ്ങനെ ചർച്ച എടുക്കണം. അല്ല, സർക്കാരിന്റെ നയമാണ് എന്നുണ്ടെങ്കിൽ അവരതിന് പുറകെ പൊക്കോട്ടെ. സർക്കാരിന്റെ നയമായിരിക്കണം ഇത്തരത്തിലുള്ള ഈ ഹിന്ദു മതസ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഞങ്ങളുടെ നയം ആണിനി, ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുമെന്ന് ഒരു പൊതുസമൂഹത്തിനോട് പറയട്ടെന്ന്. അല്ല, ചേട്ടൻ തന്നെ ഉൾപ്പെടെ ആ ചർച്ചയിൽ പങ്കെടുത്താണ്. എങ്ങനെയാണ് പുള്ളി പിന്നീട് അതിനെ ന്യായീകരിക്കുന്നത്? ഈ പറഞ്ഞ അഡ്മിറ്റ് ചെയ്യുന്നു. അദ്ദേഹം പറയുന്നത് ധാരാളം ഗവേഷണ പ്രബന്ധങ്ങൾ മാതാ അമൃതാനന്ദമയുടെ കെട്ടിപ്പിടിക്കലുമായി ബന്ധപ്പെട്ടുണ്ട്. അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചെന്നാൽ കാണിക്കൂ. അതുണ്ട്, വാട്സാപ്പിൽ അയച്ചു തരാമെന്ന്. അദ്ദേഹം ഉപയോഗിച്ച ചില വാക്കുകളുമുണ്ട്. ആ സ്ത്രീ എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. നമ്മൾ നോക്ക്, CPM-ന്റെ ഇരട്ടത്തരവാണ്. ശ്രീമതിയെ ശ്രീമതി ടീച്ചർ എന്ന് വിളിക്കും, അല്ലേ? അതെ. ശശികലയെന്നേ വിളിക്കത്തില്ല, ശശികല ടീച്ചർ എന്ന് വിളിക്കത്തില്ല. ഗോവിന്ദനെ ഗോവിന്ദൻ മാസ്റ്റർ എന്ന് വിളിക്കും, പക്ഷെ സദാനന്ദനെ സദാനന്ദൻ മാസ്റ്റർ എന്ന് വിളിക്കത്തില്ല. ഈ CPM-കാർ അങ്ങനെയാണ്, ഒരു ബഹുമാനമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് വെച്ചില്ലെങ്കിൽ പ്രശ്നമാണെന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ സ്ഥലത്ത് ആൾക്കാരെ ബഹുമാനിക്കാൻ അറിയത്തില്ല. ജയരാജ് ആ സ്ത്രീ എന്ന വാക്കാണ് പറഞ്ഞത്. എന്നാൽ മാപ്പാപ്പയെ അയാളെന്ന് പറയുമോ? അല്ലെങ്കിൽ പാണക്കാട് തങ്ങളെ അയാളെന്ന് പറയുമോ? CPM-കാർ അങ്ങനെയൊന്നും പറയത്തില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ് ഈ അമൃതാനന്ദമയോടുള്ള പുച്ഛവും വിരോധവും ഒക്കെ കിടക്കുന്നതാണ് ജയരാജന്റെ വായിൽ കൂടെ പുറത്തു ചാടിയെന്നുള്ളതേ ഉള്ളൂ. വളരെ മോശമായൊരു അലിഗേഷനാണ് ഈ ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന വാക്കിൽ കൂടെ ജയരാജ് മാതാ അമൃതാനന്ദമയുടെ പിറന്നാൾ ദിവസം തന്നെ തെരഞ്ഞെടുത്തത് പറഞ്ഞതും പി ജയരാജന്റെ മോൻ പറഞ്ഞതും ഇതിന്റെ സമാന സാഹചര്യങ്ങൾ തന്നെയാണ്.